because the majority of the ആൾക്കാർ നോൺ ബിടെക്കാരാണ്. സോ നിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. ഐ വിവിഡ്ലി റിമെമ്പർ ഈ പറയുന്ന 20 ചാപ്റ്റർ ഒന്നും എനിക്ക് പഠിച്ചിട്ടില്ല. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സെലക്ടീവ് സ്റ്റഡി ആയിരുന്നു. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചത്, എന്തൊക്കെയാണ് ചെയ്തത്, ഒന്ന് എലാബറേറ്റ് ചെയ്ത് സംസാരിക്കും. സോ ഞാൻ ആകെ പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഹാൻഡ് ബുക്കിനുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ്. ദാറ്റ്സ് ലൈക്ക് 7 to 8 ചാപ്റ്റേഴ്സ് ഉള്ളി. എനിക്ക് 20 ചാപ്റ്റേഴ്സ് പഠിക്കാൻ ടൈമും ഇല്ലായിരുന്നു. അത് പഠിച്ചാൽ എൻ്റെ തലയിൽ കയറത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഐ സ്റ്റഡി ഉള്ളി ദ ഫസ്റ്റ് ഹാൻഡ്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ആ ടോപ്പിക്സ് ഞാൻ പിന്നെയും പ്രാക്ടീസ് ചെയ്ത് അത് തറവാക്കി. അങ്ങനെയാണ് ഡെഫിനറ്റ്ലി AIMCAT, SAMCAT സെക്ഷൻസ് ഇതൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്താണ് ഞാൻ അത് തറവാക്കിയത്. പിന്നെ DILR ഓൺ ദി CAT എക്സാമിനേഷൻ ഡേ ഞാൻ നിങ്ങൾ വിശ്വസിക്കില്ലെന്നറിയില്ല, ഞാൻ ഒരു സെറ്റ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തുള്ളൂ. ആൻഡ് ഐ ഗോട്ട് 89%. കാരണം ഞാൻ അറ്റൻഡ് ചെയ്തെല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ BARC ആണേലും ഞാൻ ആകെ 2 സെറ്റും പിന്നെ ബാക്കി ഗ്രാമർ സോ അതാണ് അത്രയും ഞാൻ അറ്റൻഡ് ചെയ്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഐ ഗോട്ട് എ ഗുഡ് സ്കോർ ഓഫ് 87%. Around 7 to 8 interviews attend ചെയ്തു. ചില ലൈക്ക് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ചിലത് ടഫ് ആയിരുന്നു, ചിലത് വളരെ എളുപ്പമായിരുന്നു. വിശാഖപട്ടണം അത്ര കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് BCom ടാക്സ് ആയതുകൊണ്ട് ടാക്സിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ ഞാൻ ഏതൊക്കെ IMs വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. പിന്നെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് ചോദിച്ചു.